ഹായ് ഓൾ, വെൽക്കം ടു സി സി ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മുടെ വേനൽ ചൂടിനോടൊപ്പം തന്നെ CSEB പരീക്ഷാ ചൂടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പം നമ്മൾ ഡിസംബർ 29 മുതൽ നമ്മൾ ഫെബ്രുവരി 14 വരെ നമ്മുടെ CSEB എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്ത എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു, എക്സാം ഡേറ്റ് വന്നിരിക്കുന്നു മാർച്ച് മാസം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വർഷം മുഴുവനും CSEB പരീക്ഷകളാണ് ഇനി നമുക്ക് മുൻപിലുള്ളത്, അല്ലേ? ഇപ്പൊ 2026 മുഴുവനും നമുക്ക് CSEBയുടെ പരീക്ഷകളാണ്, പുത്തൻ അവസരങ്ങളാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സാം ഡേറ്റുകൾ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾക്കറിയാം, പൊന്നാനി സഹകരണ അർബൻ ബാങ്കിലേക്ക് വന്ന സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ, അല്ലേ? ആ ഒരു നോട്ടിഫിക്കേഷന്റെ എക്സാം വരുന്നത് മാർച്ച് മാസം 1-ാം തീയതി ഉച്ചയ്ക്ക് 1:30-ക്കാണ്. 1:30-ക്ക് നമ്മൾ അവിടെ എത്തണം. 2 മണി മുതൽ 3:30 വരെ ആയിരിക്കും എക്സാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എക്സാം സെന്റർ എവിടെ മാത്രമായിരിക്കും? മലപ്പുറം ജില്ലയിൽ മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ജൂനിയർ ക്ലർക്ക് കാഷ്യർ കാറ്റഗറി നമ്പർ 42/2025 മഞ്ചേരി സഹകരണ അർബൻ ബാങ്കിലേക്ക് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. എക്സാം വരുന്നത് 8-ാം തീയതി, മാർച്ച് മാസം 8-ാം തീയതി ഉച്ചയ്ക്ക് 1:30-ക്ക് റിപ്പോർട്ട് ചെയ്യണം. അതിനും എക്സാം സെന്റർ എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ മാത്രമാണുള്ള സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് വന്ന നമ്മുടെ നോട്ടിഫിക്കേഷനിലോട്ട് കടക്കുകയാണെങ്കിൽ ആ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എക്സാം ഡേറ്റിലോട്ട് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാം. ഇനിയും നമുക്ക് സ്പെഷ്യൽ നോട്ടിഫിക്കേഷനുകൾ വരാം, ഇനിയും നമ്മൾക്ക് കൂടുതൽ എക്സാമുകൾ വരാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠനം നിർത്തരുത്, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. വർഷം മുഴുവൻ നമുക്ക് അവസരങ്ങളുണ്ട്, വർഷം മുഴുവൻ നമ്മൾക്ക് പരീക്ഷകളുണ്ട്. ഇപ്പൊ നമ്മൾ PSC എടുക്കുകയാണെങ്കിൽ LD ക്ലർക്കിന്റെ എക്സാം ഇപ്പൊ 2025 നടന്നു കഴിഞ്ഞ് അതിന്റെ 2025 നടന്നു കഴിഞ്ഞാൽ അതിന് റാങ്ക് ലിസ്റ്റ് വന്നെങ്കിൽ എപ്പോഴാവും? 2026. ഇപ്പൊ ഓൾറെഡി റാങ്ക് ലിസ്റ്റ് 2025 വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എക്സാമ്പിൾ പറയുന്നതാണ്. അതായത് ഒരു വർഷം ഗ്യാപ്പിലാണ് എന്ത് വരുന്നത്? അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. പിന്നീട് അതിനൊരു 3 വർഷത്തെ കാലാവധി ഉണ്ട്. അടുത്ത നോട്ടിഫിക്കേഷൻ വന്ന അടുത്ത എക്സാം നടക്കുന്നത് എപ്പോഴായിരിക്കും? 2029-ലായിരിക്കും. അതായത് 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ക്ലർക്കിന്റെ എക്സാം വരുന്നുള്ളൂ. ഇനി ഇങ്ങനെ 2026 റാങ്ക് ലിസ്റ്റ് വന്നാൽ തന്നെ അതിനകത്ത് അപ്പോയിന്റ്മെന്റ് നടക്കണമെങ്കിൽ കുറച്ചധികം ഡിലേ വരും. അതിനും ഏറെക്കുറെ 1 വർഷമെങ്കിലും ഡിലേ ഉണ്ടാവാം. എന്നാൽ നമ്മുടെ CSEB എക്സാമിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഞാൻ ആദ്യമേ നടക്കുന്ന ഈ ഒരു നമുക്ക് മാർച്ച് 1-ന് നടക്കുന്ന എക്സാമിന്റെ കാര്യം പറയാം. മാർച്ച് 1-ന് എക്സാം നടന്നു കഴിഞ്ഞാൽ നമുക്ക് 2 മാസത്തിനകം എന്ത് വരും? മാക്സിമം 3 മാസത്തിനകം നമ്മൾക്ക് എന്ത് വരും? അതിന്റെ റിസൾട്ട് വരും. ഇന്റർവ്യൂ എല്ലാം കൂടെ കഴിഞ്ഞ് നമുക്ക് 5 മാസം കൂടെ, ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി 6 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ എന്ത് വരും? നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരും. ഡിസംബർ ആകുന്നതിന് മുൻപ്, 2026 തീരുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് പറ്റും. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ PSCനെ പോലെ എന്തില്ല, ഡിലേ ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും വേഗം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പരീക്ഷ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വർഷത്തിൽ 1 പരീക്ഷയല്ല, 2 പരീക്ഷയല്ല, 3 പരീക്ഷയല്ല, വിരലിൽ എണ്ണാൻ പറ്റാത്തത്രയും പരീക്ഷകളാണ്, അത്രത്തോളം അവസരങ്ങളാണ് നമുക്ക് CSEBയിലുള്ളത്. അപ്പൊ ഇനി ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചിട്ടയായ പഠനമാണ് വേണ്ടത്. കാരണം ത്രൂ ഔട്ട് ഇയർ പരീക്ഷയുണ്ട്. അതുകൊണ്ട് ഒരു പരീക്ഷയ്ക്ക് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ തൊട്ടടുത്ത ആഴ്ച അല്ലെങ്കിൽ പിറ്റേ ആഴ്ച നമുക്ക് എന്തുണ്ട്? എക്സാം ഉണ്ട്. ആ എക്സാമിന് വേണ്ടി എന്ത് ചെയ്യാം? നന്നായി പഠിക്കാം. ഇനി നമ്മൾ എക്സാം ഡേറ്റിലേക്ക് തിരിച്ചു വരികയാണ്. ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്കുള്ള എക്സാം നടക്കുന്നത് മാർച്ച് മാസം 22-ാം തീയതിയാണ്. സമയം ഞാൻ പറയുന്നില്ല. 1:30-ക്ക് നിങ്ങൾക്കറിയാം, 1:30-ക്ക് റിപ്പോർട്ട് ചെയ്ത് 2 മണിക്കാണ് എക്സാം തുടങ്ങുന്നത്. ഇനിയുള്ളതിന്റെ സമയം ഞാൻ പറയുന്നില്ല. ഇനി ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 കാറ്റഗറിയിലേക്കുള്ള എക്സാം നടക്കുന്നത് എന്നാണ്? ഏപ്രിൽ 12-നാണ്. പിന്നെ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ ക്ലാസ് 2 to 7 എക്സാം വരുന്നത് 26 ഏപ്രിൽ 26. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഫെബ്രുവരി 14-ന് നമുക്ക് CSEBയുടെ ക്ലർക്കിന്റെ എക്സാം ഉണ്ട്. 28-ന് PSCയുടെ നമ്മുടെ KS കാർഡ് അസിസ്റ്റന്റ് JCയുടെ എക്സാം. പിന്നെ തൊട്ട് പിറ്റേ മാസം 1-ാം തീയതി ക്ലർക്കിന്റെ എക്സാം. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പരീക്ഷയാണ്. നന്നായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഓരോ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനേക്കാൾ 60 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് 65-ലോട്ട് എത്തുവാനായിട്ട് നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. അങ്ങനെ ഗ്രാജുവലി നിങ്ങൾക്ക് മാർക്ക് കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ജോലിയിലോട്ട് എത്തുവാനായിട്ടുള്ള അവസരമാണ് CSEB ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാ ആഴ്ചയും പരീക്ഷ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു ബുദ്ധിമുട്ടല്ലേ എന്നല്ലേ?
പണ്ടത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന എപ്പോഴായിരുന്നു? വർഷത്തിൽ 3 നോട്ടിഫിക്കേഷൻസ്, 3 എക്സാം, ഇങ്ങനെയായിരുന്നു അല്ലേ? അപ്പൊ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ 3 മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത എക്സാം വരുന്നത്. ഇവിടെ എന്താണ്, ഓരോ ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് പരീക്ഷ വരികയാണ്, കൂടുതൽ അറിവുകൾ നമ്മുടെ കയ്യിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ ആരും മിസ്സാക്കരുത്. എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിട്ടുള്ളവർ നിർബന്ധമായും ഈ എക്സാമുകൾ എഴുതുക. ഇനി നമ്മൾ ഓൺലൈൻ പരീക്ഷയിലേക്ക് കടക്കുകയാണ്. CSEB പുതിയ മാറ്റങ്ങൾ കൊണ്ട് ഓൺലൈൻ പരീക്ഷയിലോട്ട് മാറിയിട്ടുണ്ട് അല്ലേ? നമ്മളെ സംബന്ധിച്ച് അസിസ്റ്റന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ചീഫ് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കൊക്കെയാണ് എന്തുള്ളത്, ഓൺലൈൻ എക്സാം ഉള്ളത്. എക്സാം ഡേറ്റ് വരുന്നത് 17/5/2026 അതുപോലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർക്കും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെയും എക്സാം വരുന്നത് 3/5/2026 അപ്പൊ ഇതും എന്താണ്, നമ്മളെ സംബന്ധിച്ച് ചീഫ് അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, അതുപോലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആയിക്കോട്ടെ, അതും നമ്മുടെ അതായത് BCom കോർപ്പറേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു അല്ലെ? അപ്പൊ എല്ലാവരും തന്നെ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതിന് വേണ്ടത് ചിട്ടയായ പഠനമാണ്, ചിട്ടയായ പരിശീലനമാണ്. പരീക്ഷ ഏതുമായിക്കൊള്ളട്ടെ, ക്ലർക്ക് ആയിക്കോട്ടെ, ചീഫ് അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഇനി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെ നമ്മൾ CC ബാങ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. CSEBയുടെ 6 മന്ത് ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ 3 മന്ത് ബാച്ച് ഉണ്ട്. വർഷം മുഴുവൻ പരീക്ഷ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് നമ്മുടെ ഒരു 6 മന്ത് ഡ്യൂറേഷൻ ബാച്ച് ആണ്. കാരണം നമുക്ക് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഈ ബാച്ചിനുള്ളത്. അതുപോലെ നമുക്ക് 3 മന്ത് ബാച്ചും ഉണ്ട്. അത്യാവശ്യം പഠിച്ച് ഈ അടുത്ത എക്സാമിൽ തന്നെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാനായിട്ട് സാധ്യതയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 3 മന്ത് ബാച്ചുകൾ നടത്തുന്നത്. എന്താണ് ഈ 3 മന്ത് ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കട്ട് ഓഫിന്റെ തൊട്ടടുത്തെത്തിയിട്ട് കട്ട് ഓഫ് മറികടക്കാൻ പറ്റാത്തവർ, അതായത് ചെറിയ ഒരു പുഷ് ഉണ്ടെങ്കിൽ കട്ട് ഓഫ് മറികടക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 3 മന്ത് ബാച്ചുകൾ നടത്തുന്നത്. എന്നാൽ അത്യാവശ്യം ബേസ് മുതൽ പഠിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം, ആദ്യ റാങ്കിലെത്തി ജോലി മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ 6 മന്ത് ബാച്ച് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 89 21 44 05 80 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ എക്സാമിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്താൽ മതി, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എഴുത്ത് പരീക്ഷ, ടൈപ്പിസ്റ്റിന് എഴുത്ത് പരീക്ഷയാണുള്ളത്. അത് മാർച്ച് മാസം 7-ാം തീയതിയാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. അപ്പം ചിട്ടയായ പരിശീലനം ഉണ്ടെങ്കിൽ ആദ്യ റാങ്കുകളിലേക്ക് എത്തി 2026 തീരുന്നതിന് മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ബാങ്കിൽ നിങ്ങൾക്ക് എന്താണ് സ്ഥിരമായിട്ടൊരു ജോലി സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇനി ഒട്ടും മടിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് ആദ്യ റാങ്കുകൾ നേടാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം, അതുകൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്